നമസ്കാരം. ഇല്ല, ഇതെനിക്ക് വയ്യ. സ്വതവേ നാണം കുണുങ്ങിയായ ചിത്ര എന്ന ഗായിക സംഗീത സംവിധായകന് മുന്നിൽ നിന്ന് ചിണുങ്ങുകയാണ്. എനിക്കിത് പറ്റൂല, ഈ ഭാവമൊന്നും വരൂല. ചിത്രാമ്മ, നിങ്ങൾ പാടിയെങ്കിലേ ഇതുണ്ടാകൂ. നമുക്ക് ശ്രമിക്കാം. ഒടുവിൽ ചിത്ര കണ്ണുമടച്ച് പാടി. ഒന്നല്ല, അത്തരം 2 പാട്ടുകളാണ് ചിത്ര ആ സ്ഫടികം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്. ഏഴിമല പൂഞ്ചോല എന്ന ഗാനം സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടിയും അടുത്തത് കള്ളുകുടിച്ച് കോൺ തെറ്റിയതായി സ്ക്രീനിൽ വന്ന ഉർവശിക്ക് വേണ്ടിയുള്ള പരിമല ചെരുവിലെ എന്ന ഗാനവും. ഈ 2 പാട്ടും ഹിറ്റായി. ഇതെങ്ങനെ പാടി വച്ചുവെന്ന് ഇപ്പോഴും തനിക്കറിയില്ലെന്ന് ചിത്ര ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായി വന്നപ്പോൾ പറഞ്ഞു. അന്ന് പാടിയ ആ മാദകത്വവും കൊഞ്ചിക്കുറകലുമൊക്കെ വീണ്ടും ഒന്നുകൂടി പാടാൻ ബുദ്ധിമുട്ടാണെന്നും മലയാളത്തിന്റെ വാനമ്പാടി പറഞ്ഞിരുന്നു. SP വെങ്കടേഷ് എന്ന അതുല്യ സംഗീതജ്ഞൻ ഇന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച പാട്ടുകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തവയാണ്. ആ കാലത്ത് തമ്പി കണ്ണന്താനത്തിന്റെ സ്വന്തം സംഗീത സംവിധായകനായിരുന്നു SP വെങ്കടേഷ്. രാജാവിന്റെ മകനിലാണ് തുടക്കം. 3 പാട്ടുകളും സൂപ്പർ ഹിറ്റ്. ഒപ്പം വിൻസെന്റ് ഗോമസ് എന്ന അധോലോക രാജാവിന് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും. പിന്നാലെ വഴിയോര കാഴ്ചകൾ, അതും സൂപ്പർ ഹിറ്റ്. പിന്നെ തമ്പി കണ്ണന്താനത്തിന്റെ എല്ലാ പടങ്ങളിലും SP വെങ്കടേഷ് സ്ഥിരം സാന്നിധ്യമായി. വഴിയോര കാഴ്ചകളിലെ കരിമണ്ണൂരൊരു ഭൂതത്താനുടെ ഭൂതപ്പൂട പറിച്ചൊരുവൻ എന്ന ഗാനം വേറിട്ടു നിന്നു. മാതൃകത്തിലെ കേളി വിപിനം വിജനം എന്ന പാട്ട് ബിജു നാരായണൻ എന്ന ഗായകന് ഒരു ബ്രേക്കായി. ചുക്കാൻ, മാസ്മരം, നാടോടി, ഇന്ദ്രജാലം, കടലോരക്കാറ്റ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ വെങ്കടേഷ് നിറഞ്ഞു നിന്നു. ഹിറ്റ്ലറിലെ കിതച്ചെത്തും കാറ്റേ എന്ന പാട്ടിലെ അസാമാന്യം വേഗതയിൽ പാടേണ്ടതും എന്നാൽ നാക്കുളുക്കുന്നതുമായ വരികൾ പാടാൻ SP വെങ്കടേഷ് ആദ്യം തന്നെയാണ് കണ്ടുവച്ചതെന്ന് MG ശ്രീകുമാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ മെയിൽ വെർഷൻ പാടാൻ കടുപ്പമാണെന്ന് കണ്ട് താൻ തന്ത്രപൂർവ്വം അത് ഫീമെയിലിന് നൽകിയെന്നും ഒടുക്കം ചിത്രയ്ക്ക് നറുക്കു വീണെന്നുമാണ് ശ്രീകുമാർ പറയുന്നത്. MG ശ്രീകുമാറിന് 1991 മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കാൻ കാരണമായത് SP വെങ്കടേഷ് ഒരുക്കിയ 2 ഗാനങ്ങളായിരുന്നു. തുടർക്കഥയിലെ ആതിരവരവായി, കിലുക്കത്തിലെ കിലുകിൽ പമ്പരം എന്നിവയായിരുന്നു അത്. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ 2 മികച്ച ഗാനങ്ങളും SP വെങ്കടേഷിന്റെ കമ്പോസിംഗിൽ പിറവിയെടുത്തതാണ്. കിലുക്കത്തിലെ ഊട്ടിപ്പട്ടണം, ഗാന്ധർവം എന്ന സിനിമയിലെ നെഞ്ചിൽ കഞ്ചബാണമെയ്യും എന്നീ ഗാനങ്ങൾ SP വെങ്കടേഷിന്റെ ഈണത്തിൽ SBB പാടിയവയാണ്. ജയരാജിനു വേണ്ടി ഒരുക്കിയ പൈതൃകത്തിലെ ഗാനങ്ങൾ പതിവ് ശൈലി വിട്ടവയായിരുന്നു. സിദ്ദിഖ് ലാലിന്റെ കാബൂളിവാലയിലെ ഗാനങ്ങൾക്ക് ചുവട് വയ്ക്കാത്ത മലയാളികളില്ല. മാന്നാർ മത്തായി സ്പീക്കിംഗിലെ നാടകത്തിനു വേണ്ടി ചിട്ടപ്പെടുത്തിയ പാൽസരണികളിൽ എന്ന ഗാനം യവനിക സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ വന്ന സിനിമകളിലെ നാടക ഗാനങ്ങളിൽ എടുത്തു പറയാവുന്നവയാണ്. 1991 നാഗം എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം ഒരുക്കിയ മൗനം മൗനത്തിൽ വീണുടഞ്ഞു എന്ന പാട്ട് ഏറ്റവും മികച്ച മെലഡിയാണ്. യേശുദാസും സുജാതയും പാടിയ ഗാനത്തിന്റെ വരികൾ രചിച്ചത് ദേവദാസാണ്. കിഴക്കൻ പത്രോസ്, സൂപ്പർമാൻ, മിന്നാരം, കൗരവർ, ജോണി വാക്കർ, ധ്രുവം, സൈന്യം, നായർ സാബ്, അനിയൻ ബാവ, ചേട്ടൻ ബാവ, സ്വപ്നലോകത്തെ, ബാലഭാസ്കരൻ അങ്ങനെ നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചത്. ഒരേ ട്യൂണിൽ നിരവധി ചിത്രങ്ങളിൽ ഗാനങ്ങൾ ഒരുക്കിയതിനാൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ പലതും ആവർത്തന വിരസത അനുഭവപ്പെട്ടുവെന്ന് ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. കന്നഡ സ്വദേശിയാണെങ്കിലും മലയാള സിനിമയിലാണ് അദ്ദേഹം കൂടുതൽ തിളങ്ങിയത്. തമിഴ് സിനിമകളിൽ ഗിറ്റാറിസ്റ്റായും അസിസ്റ്റന്റായും പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത്. പാട്ടുകളിൽ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവും മനോഹരമായി കോർത്തിണക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. SP വെങ്കടേഷ് മലയാളത്തിന്റെ ഐഡന്റിറ്റിയായിരുന്നു. പശ്ചാത്തല സംഗീതത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വെങ്കടേഷ് കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ മാധുര്യം നിലയ്ക്കാതെ അലയടിക്കും.